ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മൈ ട്രെൻഡ് ഓഫ് എക്സ് യൂട്യൂബ് ചാനൽ. സോ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബട്ട് ഇന്നലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നാളെ നമ്മുടെ മാർക്കറ്റ് എവിടെ നിന്ന് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ആം ഓൾവേസ്, കാരണം ഞാൻ ആ സമയത്ത് ഉറങ്ങിപ്പോയിരുന്നു. ദാറ്റ്സ് ബിക്കോസ് ഞാൻ US-ലുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ടൈം ആ സമയം ഒരുപാട് രാത്രി ആയതുകൊണ്ട് തന്നെ ആ ലാസ്റ്റുള്ള ബൈങ് എനിക്ക് കിട്ടിയില്ല, ഗ്രൂപ്പിലിടാനും പറ്റിയില്ല. വീണ്ടും നമ്മുടെ മാർക്കറ്റ് ടൈമിൽ ഞാൻ ഇട്ടത് മാരിക്കുമായിരുന്നു, അത് നമുക്ക് SL അടിച്ച് പോയി. ബട്ട് ഓക്കെ ഫൈൻ. സോ നമുക്ക് ലാസ്റ്റ് അനാലിസിസ് നമുക്ക് നോക്കാം. നമ്മൾ എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് നിൽക്കുന്നത് നമ്മുടെ ലാസ്റ്റ് വീക്ക് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മദർ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മാർക്കറ്റ് നിൽക്കുന്നത് ഈ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് അതിന് മുകളിലോട്ട് ഏത് സൈഡിലോട്ടാണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അങ്ങോട്ട് നല്ലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിന് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോഴും മാർക്കറ്റ് അതിൻ്റെ ഉള്ളിലാണ്. സോ നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലേക്കാണ്, ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. സോ അപ്പം മാർക്കറ്റ് നമുക്ക് ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വന്ന് സ്റ്റോപ്പ് ചെയ്തത് നമ്മുടെ ഈ ഒരു ബിഗ് ക്യാൻഡിലിൻ്റെ ബോഡിയുടെ ഏരിയയിലാണ്. അതായത് ഓപ്പൺ, ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴെ പോയത്, അതിൻ്റെ ഏകദേശം അടുത്താണ് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നേ ഉള്ള റെസിസ്റ്റൻസും ഇവിടെ തന്നെയായിരുന്നു. സോ ഇത് നമുക്കൊരു മേജർ റെസിസ്റ്റൻസ് ആണ് ഇപ്പോഴും. സോ നാളെ മാർക്കറ്റ് ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഒബ്വിയസ്ലി മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ബട്ട് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും നാളത്തെ ലെവൽസും കാര്യങ്ങളും. സോ ഞാൻ ഇതിനെ ഒന്ന് ബോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മേജർ സപ്പോർട്ട് ആയതുകൊണ്ട് ഇതിനെ ഞാനൊന്ന് ബോൾഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ ചെയ്തിരുന്നു ഇങ്ങനെ തന്നെ. സോ ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ ലാസ്റ്റ് വീക്കിൻ്റെ ഉള്ളിലാണ് ഈ ലാസ്റ്റ് മുന്നത്തെ വീക്ക് ആൻഡ് ദിസ് വീക്ക് ഇപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് കഴിഞ്ഞ് നമുക്ക് ഡേയിലോട്ട് വരാം. ഡേയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് എവിടെ വരുന്നത് 24,607, 24,601 ഹൈ, 24,601 ആണ് നമ്മുടെ പ്രോപ്പറായിട്ട് ഹൈ വരുന്നത്. സോ നമ്മൾ ഹൈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മാർക്കറ്റിൻ്റെ. ആൻഡ് ഈ ഒരു ലോ ആണ് മാർക്കറ്റിൻ്റെ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. ഈ ലോ എന്ന് പറയുന്നത് 24,354, 24,354, 54. സോ ഇത് നമ്മുടെ ലോ ആണ്. സോ മാർക്കറ്റ് അപ്പം ഈ ഒരു ഏരിയയിൽ വന്ന് മാർക്കറ്റിൽ നിന്ന് നിൽക്കുക ചെയ്തത്. ആൻഡ് നമുക്ക് ഈ ലോയും കൂടെ മാർക്ക് ചെയ്ത് വിട്ടേക്കാം, ഡേ ലോ, അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡേയിലെ നമ്മുടെ ലെവൽസ്. സോ മാർക്കറ്റ് അപ്പം ഈ ഹൈ നാളെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു റീട്രേസ്മെൻറ്റും കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മാർക്കറ്റിൻ്റെ 24,600 വരെ മാർക്കറ്റ് മൂവ് ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡേ ഹൈ ഉണ്ട് ഇവിടെ. സോ ഈ ഡേ ഹൈ ഇതും ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഓപ്പൺ കുറച്ച് താഴെയാണ്. സോ അതും ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, ഓപ്പൺ ആൻഡ് ക്ലോസ്. സോ ഹൈയും ഓപ്പണും കൂടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത്രയും ലെവൽസാണ് നമുക്ക് എവിടെയുള്ളത്, 1 ഡേ ചാർട്ടിലുള്ളത്. സോ നമുക്ക് നമ്മുടെ ഈ ചാർട്ടിലോട്ട് വരാം. 1 അവറിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു ഫോർമേഷൻ ഇങ്ങനെയാണുള്ളത്. സോ ഇത് നമ്മുടെ മേജർ റെസിസ്റ്റൻസ്, ഇത് നമ്മുടെ മൈനർ, ഇത് നമ്മുടെ അടുത്ത മേജർ റെസിസ്റ്റൻസ് ഉള്ളത് 24,607. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ആ ട്രെൻഡ് ലൈൻ അവിടെ നിന്നോട്ടെ. സോ ഇവിടെ നമുക്ക് ട്രെൻഡ് ലൈൻ, ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി നാളെ മാർക്കറ്റ് ആസ് പെർ നൗ മാർക്കറ്റ് 24,500 ട്രേഡ് ചെയ്യുന്നത്. സോ 200 പോയിന്റ് മുകളിലാണ്. സോ നാളെ ഒരു നല്ല ഹെവി ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. ചിലപ്പോൾ 200 പോയിന്റ് 250 പോയിന്റ് ഗ്യാപ്പ് അപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. സോ 50 മിനിറ്റ്സിൽ നമ്മുടെ ലെവൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമ്മൾ ഒരു റിവേഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ, ഈ റേഞ്ചിലൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഒരു റിവേഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ പോലെ തന്നെ ഈ റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ 25,350 ഈ റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ അടുത്ത ഡിപ്പിൽ നിന്ന് ബൈ ചെയ്യുക. ആ ഒരു ബ്രേക്ക് ബൈ ചെയ്യാതെ ഒരു ഡിപ്പിൽ നിന്ന് ബൈ ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്സ് എല്ലാം കാണുകയാണെങ്കിൽ അവിടെ നിന്ന് ബൈ ചെയ്യുക. സോ ബൈ ഓൺ ദ ഡിപ്പ് നാളെ നോക്കുക. നമ്മുടെ ഫൈനൽ ടാർഗറ്റ് 24,600 നിങ്ങളുടെ ചാർട്ടിൽ വെക്കുക. സോ ഇതായിരിക്കും നാളത്തെ മാർക്കറ്റിൻ്റെ സിനാരിയോ. ആൻഡ് മാർക്കറ്റിന് ഇവിടെ നല്ലൊരു ഇംബാലൻസ് ഉണ്ട്. മാർക്കറ്റിന് ഇവിടെ നല്ലൊരു ഹെവി ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസ് മാർക്കറ്റ് എടുക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഇതും നമ്മുടെ ഒരു ബൈയിങ് സോണാണ്. നിങ്ങൾ മാർക്ക് ചെയ്തിട്ടോ. മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഇതും നമ്മുടെ ഒരു ബൈയിങ് സോണാണ്. ഇത് നമ്മുടെ ഒരു ബൈയിങ് സോണാണ്. സോ നമ്മൾ നാളെ സെൽ എന്തായാലും ചെയ്യുന്നില്ല, രണ്ടും ബൈ ആണ് നോക്കുന്നത്. ബൈ ഓൺ ദ ഡിപ്പ്
ഒന്ന് ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ബൈ, അതല്ലെങ്കിൽ കുറച്ച് താഴെ വന്നിട്ടുള്ള ബൈ. സോ ഇതുവരെ എത്താനുള്ള ചാൻസ് കുറവാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ബൈ എടുത്തിട്ട് മുകളിലോട്ട് ഫസ്റ്റ് ടാർഗറ്റ് 24,600. ഓക്കെ, ഇതായിരിക്കും നാളത്തെ നമ്മുടെ മാർക്കറ്റിലെ ബൈയിങ് സിനാരിയോസ്. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.